السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين برضا الله أما بعد. അള്ളാഹുവിൻ്റെ കലാമാകുന്ന വിശുദ്ധമായ ഖുർആൻ, അള്ളാഹു ഇറക്കപ്പെട്ട ഗ്രന്ഥങ്ങളിൽ ഏടുകളിൽ ഏറ്റവും മഹത്വമുള്ളത്, ഏറ്റവും ശ്രേഷ്ഠതയുള്ളത്. ആ വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യലും അത് പഠിക്കലും പഠിപ്പിക്കലും കേൾക്കലും ആ ഖുർആനിലേക്ക് നോക്കലുമെല്ലാം വലിയ മഹത്വമുള്ളതും പ്രതിഫലം ലഭിക്കുന്നതുമാണ് എന്നുള്ളത് മഹാന്മാർ അന്ന് പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഖുർആനുമായിട്ടുള്ള ബന്ധം വിശ്വാസികൾക്ക് നഷ്ടപ്പെട്ടു പോയാൽ, ഇല്ലാതെയാകുന്ന കാലം വന്നാൽ വലിയ ദുരന്തങ്ങളും പ്രയാസങ്ങളും നാം അനുഭവിക്കേണ്ടി വരുമെന്നും മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന് നമ്മുടെ വീടുകളിലും മറ്റും ഖുർആൻ പാരായണങ്ങൾ വളരെ കുറഞ്ഞു പോവുകയാണ്. അതുകൊണ്ട് തന്നെ നാം വളരെയധികം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നാം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളും അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ വീടുകളിലും അതുപോലെ തന്നെ നാമുമായി ബന്ധപ്പെട്ട ആളുകളിലൊക്കെ വിശുദ്ധമായ ഖുർആനിന്റെ പാരായണം അധികരിപ്പിക്കാനും അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യാനും നാം ഓരോരുത്തരും സന്നദ്ധരാവണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ തജ്വീദിന്റെ നിയമം അനുസരിച്ചുകൊണ്ടായിരിക്കണം പാരായണം ചെയ്യേണ്ടത്. ഇന്ന് ഖുർആനിന്റെ പാരായണം നമുക്കറിയാം, തോന്നിയതുപോലെ ഓതിപ്പോകുന്നൊരു കാലമാണ്. നിസ്കാരത്തിൽ പോലും, അല്ലെങ്കിൽ മരിച്ച വീട്ടിൽ പോലും, അല്ലെങ്കിൽ ഖുർആൻ ഓതേണ്ട സ്ഥലങ്ങളിൽ പോലും വളരെയധികം ശ്രദ്ധ കുറഞ്ഞ് നമുക്ക് ഏത് രൂപത്തിലാണോ അറിയുന്നത്, നമുക്ക് എങ്ങനെയാണോ തോന്നുന്നത് ആ രൂപത്തിൽ ഓതുകയാണ്. നിയമങ്ങളൊന്നും സ്വീകരിക്കാതെ ബാധകമല്ലാത്ത രൂപത്തിൽ. എന്നാൽ വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ തജ്വീദിന്റെ നിയമം അനുസരിച്ച് പാരായണം ചെയ്യൽ നിർബന്ധമാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. വിശുദ്ധമായ ഖുർആൻ 3 രൂപത്തിൽ നമുക്ക് പാരായണം ചെയ്യാം. തർത്തീലായിട്ടും തദ്ബീറായിട്ടും ഹദറായിട്ടും നമുക്ക് ഓതാം. സ്പീഡിൽ നമുക്ക് ഖുർആൻ ഓതാം, വളരെ സാവധാനത്തിനോതാം, മധ്യനില സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ഖുർആൻ ഓതാം. ഏത് രൂപത്തിൽ നമ്മൾ ഓതുകയാണെങ്കിലും തജ്വീദിന്റെ നിയമം പാലിക്കണമെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്കതെല്ലാം പഠിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. തജ്വീദ് അനുസരിച്ച് ഖുർആൻ പാരായണം ചെയ്തിട്ടില്ല എങ്കിൽ കിട്ടുന്ന കോട്ടങ്ങളെക്കുറിച്ചും ശിക്ഷകളെക്കുറിച്ചും, അതുപോലെ തന്നെ തജ്വീദ് അനുസരിച്ച് ഖുർആൻ പാരായണം ചെയ്താൽ ലഭിക്കുന്ന നേട്ടങ്ങളെക്കുറിച്ചും പ്രതിഫലങ്ങളെക്കുറിച്ചും ഇൻഷാ അല്ലാഹ് നമുക്ക് പറയണം. ഏതായാലും ഫാത്തിഹ സൂറത്ത് പഠനം എന്നുള്ളത് കൊണ്ട് അതിൻ്റെ മഹത്വങ്ങളും അതിൻ്റെ പാരായണ രീതിയും ശാസ്ത്രവും ഒക്കെ പറയുമ്പോൾ നമുക്ക് ധാരാളം സമയങ്ങൾ ആവശ്യമുണ്ട്. ആദ്യം നമുക്ക് ഫാത്തിഹ സൂറത്ത് പഠിക്കാം. ഓതി പഠിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് തുടർന്നുള്ള ക്ലാസ്സുകളിൽ അതിൻ്റെ മഹത്വങ്ങളെ നമുക്ക് വിശദീകരിക്കാം. ഇൻഷാ അല്ലാഹ് ഫാത്തിഹ സൂറത്ത് പഠിക്കുന്നതിലേക്ക് നമുക്ക് കടക്കാം. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. കൂട്ടത്തിൽ ഞാൻ പറയുന്നു, നമ്മളെ ഈ പഠിക്കുന്ന ഫാത്തിഹ സൂറത്ത് അതേ രൂപത്തിൽ നമ്മൾ ഇടപെടുന്ന മേഖലകളിൽ സൂറത്ത് ഫാത്തിഹ സൂറത്ത് ഓതേണ്ട സ്ഥലങ്ങളിൽ എല്ലാം നമുക്ക് കൃത്യമായി തന്നെ പാരായണം ചെയ്യണം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം 17 തവണ ഫാത്തിഹ സൂറത്ത് ഓതൽ നിർബന്ധമാണ്. ഖുർആനിൽ 114 സൂറത്തുകളിൽ ഓതൽ നിർബന്ധമുള്ളൊരു സൂറത്താണ് ഫാത്തിഹ സൂറത്ത് എന്ന് പറയുന്നത്. അതിൽ തെറ്റ് വന്നു പോയാൽ നിസ്കാരത്തിലെ സിഹത്തിനെ വരെ അത് ബാധിക്കുമെന്നുള്ളത് ഫുഖഹാക്കൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഫാത്തിഹ സൂറത്ത് തെറ്റുകൂടാതെ കൃത്യമായി ഓതാൻ നമ്മൾ പഠിക്കുക. നമുക്കത് അറിയുന്നില്ല എങ്കിൽ അറിവുള്ള ആളുകളോട് അതിനെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കി പഠിക്കാം. ഏതായാലും ഫാത്തിഹ സൂറത്ത് കൃത്യമായി തന്നെ നമ്മൾ പഠിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഫാത്തിഹ സൂറത്തിലേക്ക് നമുക്ക് കടക്കാം. വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്നതിന്റെ മുൻപ് ഖുർആൻ നമ്മോട് പഠിപ്പിച്ചതുപോലെ ഫഇദാ ഖറഅതൽ ഖുർആന ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ഖുർആൻ നമ്മോട് പറയുന്നുണ്ട്. വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഇത് തൊട്ടു മുന്നോടിയായിട്ട്
പിശാചിൽ നിന്ന്, ശൈത്വാനിൽ നിന്ന് നിങ്ങൾ കാവലിനെ തേടണമെന്ന് അല്ലാഹു തആല നമ്മോട് പഠിപ്പിക്കാം. നമ്മൾ സാധാരണ ഖുർആൻ ഓതുന്നതിന്റെ മുമ്പ് അഊദു നമ്മൾ ഓതാറുണ്ട്. നിസ്കാരത്തിലാണെങ്കിലും നമ്മൾ അങ്ങനെ ഓതും. നിസ്കാരത്തിൽ ഉപേക്ഷിക്കൽ കറാഹത്താണ്. അപ്പോൾ അത് കൃത്യമായിട്ട് തന്നെ നമ്മൾ പാരായണം ചെയ്യും. അല്ലാഹു തആല പിശാചിൽ നിന്ന്, ശൈത്വാനിൽ നിന്ന് കാവലിനെ തേടണം എന്ന് പറയുമ്പോൾ അത് തന്നെ തെറ്റായ രൂപത്തിൽ നമ്മൾ പാരായണം ചെയ്യാതെ കൃത്യമായി തന്നെ പാരായണം ചെയ്യും. ഓതുമ്പോൾ അക്ഷരങ്ങൾ കൃത്യമായിരിക്കും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. എങ്ങനെ ഓതണം? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇത് ഓതുന്നിടത്ത് തന്നെ ധാരാളം തെറ്റുകൾ വരാറുണ്ട്. നോക്കൂ, നിങ്ങൾ നമ്മളെ ബോർഡിലേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കും. ഓതുന്ന സമയത്ത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ഓതുമ്പോൾ തന്നെ ഒരുപാട് തെറ്റുകൾ വരുന്നത് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവിടെ ബോർഡിൽ എഴുതിയതിലേക്ക് നിങ്ങൾ നോക്കുക. ആ തുടങ്ങുന്നത് തന്നെ അഊദു അക്ഷരങ്ങൾ ഹംസ്, ഐനിനെ നീട്ടാൻ വാവ്, ദാലാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ പല ആളുകളും ഓതി നമുക്ക് കേൾക്കാൻ പറ്റും അഊദു എന്നുള്ളതിന് പകരം അഊദു, അല്ലെങ്കിൽ അഹൂദു, അല്ലെങ്കിൽ അഹൂ, ഐന് ഒഴിവാക്കിയിട്ട് ഐന് കൊടുത്തിട്ട് ഓതുന്ന ആളുകൾ അഹൂ അഹൂ. ഇങ്ങനൊന്നുമല്ല ശരിക്കും ഓതേണ്ടത് അഊദു അഊദു ദാല്. പിന്നെ അവിടെ വരുന്നത് ഒന്ന് ഐനിന്റെ പ്രശ്നമാണ്. ഐനിനെ ചിലപ്പോൾ ഹ ആയിട്ടും ഐനായിട്ടും ഹംസയായിട്ടും അഊദു അഊദു അല്ലെങ്കിൽ അഊ അല്ലെങ്കിൽ അഊ എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ അത് കഴിഞ്ഞാൽ ദാല് എന്നുള്ള അക്ഷരം വരുന്നത് ദാല്. ഈ ദാല് വരുമ്പോൾ ചില സ്ഥലത്തൊക്കെ ചില ആളുകളൊക്കെ അധികം കുട്ടികൾ ഒന്ന് കാണാറുണ്ട് ഔസു എന്നുള്ള രൂപത്തിൽ ഔസു. അതുപോലെ തന്നെ ഔദു ദാല്. ഇവിടെ ദാലാണ് നമുക്ക് പറയാനുള്ളത്, ദാല്. ഈ ദാലിന് പകരം അവിടെ കുട്ടികൾ ഓതുന്നത് കാണാറുണ്ട് ഔസു എന്നും ഔദു എന്നുള്ളത്. ഇത് രണ്ടും അല്ല. എങ്ങനെ ഓതണം? ഔദു ദാലിന് ദാലായിട്ട് നമ്മൾ പാരായണം ചെയ്യണം, പുള്ളില്ല അക്ഷരത്തിന് ഔദു എന്നുള്ളത്. അതുപോലെ തന്നെ പിന്നെ നോക്കി നിങ്ങൾ ഔദു ബില്ലാഹി, ബില്ലാഹി എന്നുള്ള അല്ലാഹ് എന്നുള്ള അതിന്റെ അവസാനത്തെ ഹ, അത് ഹ ആണ്. അല്ലാതെ ഹംസക്ക് കസർ കൊടുത്താണ്ടോ യാഇന് കസർ കൊടുത്താണ്ടോ അല്ല നമ്മൾ ഓതേണ്ടത്. ബില്ലാഹി എന്നുമല്ല, ബില്ലാഹി യാഇന് കസർ കൊടുത്താണ്ടോ അല്ല ഓതേണ്ടത്. മറിച്ച് ബില്ലാഹി, ബില്ലാഹി എന്നുള്ള രൂപത്തിൽ അഊദു ബില്ലാഹി ഹാഇന് കസർ. അതുപോലെ തന്നെ നെക്സ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അശ്ശൈത്വാൻ. നമ്മൾ സാധാരണ ഷെയ്ത്താൻ എന്ന് പറഞ്ഞ് ശീലിച്ച് നമുക്ക് അവിടെ ഷെയ്ത്താൻ എന്നല്ല പറയുന്നത്, മറിച്ച് താ അല്ല ഓ ആണ് ഉച്ചരിക്കേണ്ടത്. അപ്പം താ ഒഴിവാക്കി ഷെയ്ത്താൻ എന്ന് പറയാതെ ഷൈത്വാൻ ഓ എന്നുള്ള അക്ഷരമാണ് ഇവിടെ പറയേണ്ടത്. മിനശ്ശൈത്വാൻ. നമുക്ക് നിങ്ങൾ മിനശ്ശൈത്വാനിർ റജീം റോ എന്ന് പറയരുത്, റോ റോ. മിനശ്ശൈത്വാനിർ റജീം. അപ്പൊ എങ്ങനെ ഓതണം? അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. അങ്ങനെ തന്നെ നമ്മൾ ഓതണം. രണ്ടാമത്തെ ബിസ്മി എന്ന് കൂടെ പറഞ്ഞ് നമുക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് നിർത്താം. ഇന്നത്തെ ക്ലാസ്സിൽ പറയാം. നോക്ക് നിങ്ങൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം. ബിസ്മില്ലാഹി ശ്രദ്ധിക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇവിടെയും പല തെറ്റുകളും വരാറുണ്ട്. അങ്ങനെ ബി ശ്രദ്ധിക്കണം. ബി എന്നുള്ളിടത്ത് പല ആളുകളും ബാ പറയാറില്ല. നീ പറഞ്ഞ ചിലപ്പോൾ ബി എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ചിലപ്പോൾ ബാ എന്ന് പകരം ഇ എന്ന് ഉച്ചരിക്കുന്നതാണ്. ബിസ്മില്ലാ അല്ലെങ്കിൽ ബിസ്മില്ലാ ബിസ്മില്ലാ. ബാ ഓതുമ്പോൾ ശരിക്കും രണ്ട് ചുണ്ടുകൾക്കിടയിൽ നിന്ന് വരുന്ന അക്ഷരമാണ് ബി ബി. ബിസ്മില്ല ശബ്ദം കൊടുക്കണ്ട, ബിസ്മില്ല അല്ലാതെ ബിസ്മില്ല. അപ്പൊ ഞങ്ങൾ കൂട്ടി ഓതുന്നതാണല്ലോ. പക്ഷെ വഖഫ് ചെയ്യലാണ് ഏറ്റവും നല്ലത്. കൂട്ടി ഓതുന്നതിനേക്കാളും നല്ലത് വഖഫ് ചെയ്യലാണ്. അതുകൊണ്ട് തന്നെ കൂട്ടി ഓതുമ്പം പലതും നമ്മൾ ശ്രദ്ധിക്കണം, ഒരുപാട് ശ്രദ്ധിക്കേണ്ടതാണ് കൂട്ടി ഓതുമ്പോൾ.
വഖഫ് ഓതുമ്പോഴും ശ്രദ്ധിക്കണം. പക്ഷെ ഏറ്റവും നല്ലത് വഖഫ് ഓതലാണ്. അപ്പം അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാ എന്നോതാം. ഈ സ്ഥാനത്ത് ബിസ്മില്ലാ അല്ലെങ്കിൽ ബിസ്മില്ലാ അങ്ങനെയല്ല, ബാ ശരിക്കും പറയണം. ബി അങ്ങനെ തന്നെ പറഞ്ഞു നിങ്ങൾ. ബിസ്മില്ലാഹി അർറഹ്മാനി അർറഹീം. അപ്പൊ ശരിക്കും ബിസ്മില്ലാ നോക്കാം നമ്മള്. ബിസ്മില്ലാ ആ ശരിക്കും ബാ ഉച്ചരിക്കുക ഒന്ന്. മറ്റൊന്ന് അള്ളാഹ് എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു. ഹാ യാഇന് കസ്ർ കൊടുത്തിട്ട് മാവരുത്, ഹംസക്ക് കസ്ർ കൊടുത്തിട്ട് മാവരുത്. ഹാ തന്നെയാണ് ബിസ്മില്ലാഹി. ഇനി അർറഹ്മാനി. അർറഹ്മാൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്ക്, ചില ആൾക്കാർ ഹാഇന് പകരം എന്ത് ചെയ്യും? ചില ആൾക്കാർ അറോ എന്ന് പറഞ്ഞിട്ട് റോ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അങ്ങനല്ല, അർറഹ് പിന്നെ രണ്ടാമത് ഹാ വരുന്നത്. ആ ഹാ മാറിയാണ്ട് ഹംസിന് സുക്കൂൻ കൊടുക്കരുത്. അർറഹ്മാനി അല്ലെങ്കിൽ അർറഹ്മാനി ഹാ കൊടുത്ത് മോതാൻ പാടില്ല. ആണ് അർറഹ്മാനി നീന്നാണ്. ചില ആൾക്കാർ അർറഹ്മാനു എന്നോതുന്ന ആൾക്കാരുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനു എന്നോതുന്ന ആൾക്കാരുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ബിസ്മില്ലാഹി അർറഹ്മാനി അർറഹീം. അതൊക്കെ ശ്രദ്ധിക്കുക. നോക്ക് നിങ്ങൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹി അല്ലാഹ് എന്നുള്ളതിന് ഹാഇന് കസ്ർ കൊടുക്കുക. ബിസ്മില്ലാഹി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അങ്ങനെ കൃത്യമായിട്ട് ഓതുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആൻ ശരിക്ക് പഠിക്കാനും ഓതാനും അതനുസരിച്ച് അമലുകൾ ചെയ്യാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് തുടർന്ന് നമുക്ക് പറയാം. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.